الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم
فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. ادعو إلى سبيل ربك بالحكمة والموعظة الحسنة ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. ये आयात सूरह आल इमरान और सूरह नहल की है. पहली दो आयात सूरह आल ഈ ആയത്തുകൾ സൂറ ആലു ഇമ്രാനിലെയും സൂറത്തു നഹലിലെയും ആയത്തുകളാണ്. ആദ്യത്തെ രണ്ടായത്തുകൾ സൂറ ആൽ ഇമ്രാനിലേതാണ്. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം സ്മരിക്കുക. അങ്ങനെ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അന്യോന്യം ഇണക്കി. അതിന്റെ ഫലമായി അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ ഒരു അഗ്നികുണ്ഡത്തിന്റെ വക്കിലായിരുന്നു, എന്നിട്ട് അതിൽ നിന്നും അവൻ നിങ്ങളെ രക്ഷിച്ചു. ഇങ്ങനെ അള്ളാഹു തന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ നിർമാർഗം പ്രാപിക്കുന്നതിനു വേണ്ടി. നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും നിഷിദ്ധ കാര്യങ്ങളെ വിലക്കുകയും ചെയ്യുന്ന ഒരു സംഘം നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. അവർ തന്നെയാണ് വിജയം. ഇപ്രകാരമാണ്: തത്വജ്ഞാനവും സദുപദേശവും കൊണ്ട് നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക. ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അവരോട് സംവാദം നടത്തുകയും ചെയ്യുക. തന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവനെ സംബന്ധിച്ച് അള്ളാഹു നന്നായി അറിയുന്നു. നേർമാർഗം പ്രാപിച്ചവനെയും അവൻ നന്നായി അനുഗ്രഹത്താൽ. സ്പെയിനിലെ രണ്ടാമത്തെ മസ്ജിദിന്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. അന്ന് ജമാഅത്തിലെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഇപ്പോഴും സന്തോഷത്തിൽ തന്നെ. ഇത് സംബന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു. ഇത് സംബന്ധമായി ചില കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഇപ്പോൾ നമ്മുടെ ജമാഅത്തിന് മസ്ജിദുകളുടെ അത്യാവശ്യമാണ് ഉള്ളത്. ഇത് ദൈവഭവനങ്ങളാണ്. ഏത് ഗ്രാമത്തിലാണോ പട്ടണത്തിലാണോ നമ്മുടെ ജമാഅത്തിന്റെ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത്, അവിടെ ജമാഅത്തിന്റെ പുരോഗതിയുടെ അടിത്തറ പാകിയെന്ന് മനസ്സിലാക്കുക. മുസ്ലിങ്ങൾ കുറവുള്ള ഏതെങ്കിലും ഗ്രാമമോ പട്ടണമോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അവിടങ്ങളിൽ ഇസ്ലാം പുരോഗതി കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെ അള്ളാഹു സ്വയം അവിടേക്ക് വലിച്ചു കൊണ്ടുവരുന്നതാണ്. എന്നാൽ മസ്ജിദ് നിർമ്മാണത്തിൽ നിയ്യത്ത് ആത്മാർത്ഥമായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി മാത്രം അത് നിർമ്മിക്കണം. സ്വന്തം ഇച്ഛകൾക്കോ
മറ്റെന്തെങ്കിലും ദുരുദ്ദേശമോ പാടില്ല. फिर खुदा അപ്പോഴാണ് അള്ളാഹു ബർക്കത്ത് ഇടുക. लेकिन शर्त ये है ഈ ഉദ്ധരണി ഞാൻ മുമ്പും പലവരും കേൾപ്പിച്ചിട്ടുള്ളതാണ്. बाखला എന്നാൽ ഇതിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ महज लिल्ला ഓരോ അഹമ്മദിയും എപ്പോഴും തന്നെ अगराज ये കൺമുമ്പിൽ വെക്കേണ്ടത്ര പ്രാധാന്യം ഉള്ളതാണ്. तब खुदा बरकत देगा. ഒന്നാമത്തെ കാര്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ ഭവനമാണെന്നാണ്. ദൈവഭവനത്തിനായി എന്തെല്ലാം മര്യാദകളാണോ പാലിക്കേണ്ടത് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. बातें അള്ളാഹു ഉണ്ടെന്ന് कि हर अहमदी को ഓരോ അഹമ്മദിയും ദൃഢമായും വിശ്വസിക്കുന്നവരായിരിക്കെ അവന്റെ ഭവനത്തെ खुदा है. ആദരിക്കേണ്ടതിലേക്കും അതിന്റെ അദബുകൾ പാലിക്കേണ്ടതിലേക്കും इस तरह तवज्जो की जरूरत है. അത് ജനങ്ങളാൽ നിറക്കുന്നതിലേക്കും ശ്രദ്ധ ഉണ്ടായിത്തീരേണ്ടതാണ്. അള്ളാഹുവിനു വേണ്ടി അവന്റെ ഭവനത്തെ ഭക്തരാൽ നിറക്കാനായി ശ്രമിക്കുന്നതായിത്തീരുമ്പോൾ ये खुदा है. ഇബാദത്തിനോടൊപ്പം അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. और उसे आबाद പരസ്പരം സ്നേഹത്തിലും വാത്സല്യത്തിലും കഴിഞ്ഞുകൂടുന്നതിലേക്ക് ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. खातिर ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് जो होगी तो ഇതിനെ മസ്ജിദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ജമാഅത്ത് അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മസ്ജിദിൽ ജമാഅത്തായി നമസ്കരിക്കേണ്ടതാണ്. तवज्जो करनी होगी. ജമാഅത്തായി നിൽക്കുന്നതിലും ഐക്യത്തിലും വലിയ ബർക്കത്തുകളാണുള്ളത്. हुए പരവശത കാരണം ഭിന്നത ഉണ്ടാകുന്നു. ഇപ്പോൾ ഐക്യത്തിനും സമന്വയത്തിനും കൂടുതൽ ഊന്നൽ നൽകേണ്ടിയിരിക്കുന്നു. मिलकर इस मस्जिद में ഭിന്നതയ്ക്ക് കാരണമാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ അവഗണിക്കേണ്ടതാണ്. जमात और इत्तिफाक में बड़ी बरकत है. प्रागंदगी से ഒന്നാമത്തെ കാര്യം पैदा होती है. പറഞ്ഞിരിക്കുന്നത് ഇത് ദൈവഭവനമാണ് എന്നാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന അഹമ്മദികൾ चाहिए ജമാഅത്തായ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് नजरअंदाज कर देना चाहिए. जो അതിന്റെ കടമ നിറവേറ്റുക. बस पहली बात ജമാഅത്തായ നമസ്കാരം के हवाले से याद സ്നേഹത്തിലും സൗഹൃദത്തിലും कि ये ഐക്യത്തിലും കഴിഞ്ഞുകൂടണം എന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതായി മാറണം. പറയുന്നു, ഈ കാലത്ത് ഐക്യത്തിനും സമന്വയത്തിനും വളരെ കൂടുതൽ ഊന്നൽ നൽകേണ്ടിയിരിക്കുന്നു. ഈ കാര്യം ഇന്നേക്ക് 108 വർഷം മുമ്പാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. तवज्जो दिलाने वाला അന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ ശിക്ഷണം കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ സ്ഥാനവും തഖ്വയും ഉന്നത നിലവാരത്തിലായിരുന്നു. ये बात आज से तकरीबन ഇന്ന് വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ ഉന്നതങ്ങളിലായിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവരിൽ കൂടുതൽ ഉണ്ടായിരുന്നു. നമസ്കാരത്തിലുള്ള ശ്രദ്ധ അവരിൽ വളരെ കൂടുതലായിരുന്നു. जिस तरह साथ साथ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നവരിൽ അള്ളാഹുവുമായി പ്രത്യേകമായ ബന്ധം നിലനിന്നിരുന്നു. इंतहाई बुलंद था. എന്നാൽ തഖ്വയുടെ എല്ലാ സൂക്ഷ്മ വശങ്ങളെയും തന്നെ അംഗീകരിക്കുന്നവരുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ട് അവരെ ഉന്നതങ്ങളിലേക്ക് വഴികാട്ടുക എന്നത് ഒരു പ്രവാചകന്റെ ജോലിയാണ്. जिनका खुदा ताला അതുകൊണ്ടാണ് എല്ലാ സാധ്യതകളെയും അദ്ദേഹം തുറന്ന് പറഞ്ഞുകൊണ്ട് नबी का काम है. തന്നിൽ വിശ്വസിക്കുന്നവരെ ഉപദേശിക്കുകയുണ്ടായത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ആരംഭകാലത്ത് തന്നെ തഖ്വയുടെ സ്ഥാനം ഉയരുന്നില്ലെങ്കിൽ इसलिए आप ഭാവിയിൽ വരുന്നവരുടെ മുമ്പാകെ തഖ്വയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കിയിട്ടുള്ളവരുടെ മാതൃക नसीहत फरमाई ഉണ്ടാവുകയില്ല. कि इस तरफ बहुत ज्यादा जरूरत है तवज्जो की. ഹദ്റത്ത് इस्लाम को फिक्र മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ നിവേദനങ്ങൾ കേൾപ്പിക്കുന്ന ഒരു പരമ്പര ഞാൻ തുടങ്ങിയിരുന്നു. അതിൽ എല്ലാം ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. എല്ലാ സഹാബാക്കളുടെയും സംഭവങ്ങൾ നമ്മുടെ മുമ്പാകെ വന്നിട്ടില്ല. हासिल करने की വന്നത് തന്നെയും വളരെ ചുരുക്കവും കുറവുമാണ്. मैंने जो എന്നാലും വന്നതെല്ലാം തന്നെ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. जिसमें बहुत അവ സഹാബാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആ സഹാബാക്കളുടെ മക്കളിൽപ്പെട്ടവരിൽ ചിലർ ഈ സ്പെയിനിൽ താമസിക്കുന്നവരും ഉണ്ടാകും. लेकिन അവർ പ്രത്യേകിച്ച് वही തങ്ങളുടെ പൂർവികർക്കായി പ്രാർത്ഥിക്കേണ്ടതാണ്. ऐसे मयार के हैं
അവരുടെ മാതൃക പിൻപറ്റുന്നതിലേക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. और जो उन सहाबा की नस्ल में से हैं ഈ രാജ്യത്ത് നമുക്ക് വളരെ കൂടുതൽ പ്രവർത്തിക്കാനുണ്ട്. उनको खास तौर पर अपने बुजुर्गों के लिए दुआओं നമ്മുടെ വിനിഷ്ടമായ ആ കീർത്തി തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. मुतवज्जे നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചവർ നഷ്ടപ്പെടുകയുണ്ടായി. और यहाँ तो हमने इस मुल्क में तो ഇവിടത്തെ വാസികൾക്ക് ഇസ്ലാമിന്റെ ഗുണങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയ്ക്ക് ഇവരെ കൊണ്ടുവരേണ്ടതാണ്. ഇതിനായി ഏറ്റവും സുപ്രധാനമായ കാര്യം അള്ളാഹുവിന്റെ ആരാധനയുടെ അവകാശം പൂർത്തിയാക്കുക, അവനോട് സഹായം തേടുക, ഒറ്റക്കെട്ടായി തബ്ലീഗ് പ്രവർത്തികൾ ചെയ്യുക എന്നതാണ്. हजरत सल्लल्लाहु अलैहि वसल्लम के झंडे तले ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മാത്രമായിരുന്നില്ല सबसे हम ഐക്യത്തിന്റെയും സഹോദര്യത്തിന്റെയും ആവശ്യം. अदा करना, ഇന്നും നമുക്ക് उससे मदद मांगना, അതിന്റെ ആവശ്യമുണ്ട്. ഈ രാജ്യത്തെ ഇസ്ലാമിന്റെ പതാക കീഴെ കൊണ്ടുവരും എന്ന വീരവാദവുമായാണ് നാം എഴുന്നേറ്റ് നിൽക്കുന്നത്. सिर्फ हज़रत मसीह मौऊद अलैहिस्सलाम का അതിനാൽ ഏറ്റവും ആദ്യം നമുക്കിടയിൽ ഐക്യവും ഒത്തൊരുമയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിലും അതിന്റെ ഉന്നതസ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യേണ്ട ആവശ്യവും നമുക്കുണ്ട്. എല്ലാ ഭാരവാഹികളും ജമാഅത്തിലെ ഓരോ അംഗവും ഒന്നാകുന്നതിനായി തങ്ങളുടെ കടമ നിറവേറ്റിയിട്ടില്ലെങ്കിൽ മസ്ജിദിന്റെയും ദൈവഭവനത്തിന്റെയും കടമകൾ നിറവേറ്റുന്നവരായി തീരുന്നില്ല. और उसके आला मयार कायम करने की जरूरत है. ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, മസ്ജിദിന്റെ സൗന്ദര്യവും बात ने ഫലം നൽകുന്നത് अपना किरदार ഇതിനകത്ത് വരുന്നവരുടെ तो मस्जिद ആത്മാവിന്റെ സൗന്ദര്യവും പ്രകടമാകുമ്പോഴാണ്. ഓരോ അഹമ്മദിയുടെയും വാക്കിലും പ്രവൃത്തിയിലും कि ഇബാദത്തിനോടൊപ്പം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും വികാരം പ്രകടമാകുമ്പോഴാണ്. मस्जिद वालों ഇക്കാര്യം വിശുദ്ധ ഖുർആനും നമ്മുടെ മുമ്പാകെ തുറന്ന് കാട്ടുന്നുണ്ട്. जब हर अहमदी ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത ആയത്തിൽ इबादत के साथ मोहब्बत അള്ളാഹു ഇത് പറയുന്നു. एक दूसरे के लिए അതിന്റെ തർജ്ജമ നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണ്. जज्बात नजर आए, നിങ്ങൾ പരസ്പരം സ്നേഹവും इस बात को സൗഹാർദ്ദവും നിലനിർത്തുക. कर हमारे सामने रखती നിങ്ങളെ ഒന്നാക്കി എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. फरमाया जो मैंने आज तिलावत की शुरू में ഐക്യമില്ലെങ്കിൽ പിന്നെ നാശമാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനയെക്കുറിച്ചും बस खुदा ताला നിർദ്ദേശത്തെക്കുറിച്ചും ഒരു യഥാർത്ഥ വിശ്വാസി ചിന്തിക്കേണ്ടതാണ്. गुमराही है. ഈ കൽപ്പനകളിൽ നിന്നും ഞാനോ നിങ്ങളോ പുറത്തല്ല, ഭാരവാഹിയോ മുറബിയോ മുബല്ലിഗോ പുറത്തല്ല, बस खुदा അതേപോലെ ജമാഅത്തിലെ സ്ത്രീയോ പുരുഷനോ പുറത്തല്ല. हर हुक्म पर അള്ളാഹുവിന്റെ പാശത്തെ നാം സുദൃഢമായി മുറുകെ പിടിക്കുന്ന കാലത്തോളം, വിശുദ്ധ ഖുർആന്റെ അധ്യാപനമനുസരിച്ച് നാം പ്രവർത്തിക്കുന്ന കാലത്തോളം ना कोई ओहदेदार बाहर അഹമ്മദിയ ആകാനും भी या मुबल्लिग बाहर है. അഹമ്മദീയത്തിൽ നിലനിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകിയ അനുഗ്രഹത്തെ നാം ഓർക്കുന്ന കാലത്തോളം നാം അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റുന്നവരായി മാറുന്നതാണ്. जब तक അതോടൊപ്പം അള്ളാഹുവിന്റെ ഭവനത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരായി മാറുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിന്റെ പ്രിയ പ്രേമിയുടെയും കാലത്തിന്റെ ഇമാമിന്റെയും ഉപദേശ നിർദ്ദേശങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാലത്തോളം നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കും അവന്റെ പാരിതോഷികങ്ങൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുന്നവരുമായി തീരുന്നതാണ്. हजरत सल्लल्लाहु अलैहि वसल्लम കാലത്തിന്റെ ഖലീഫയോട് ബയ്യത്ത് പ്രതിജ്ഞ ചെയ്യുന്ന നമ്മിൽ ഓരോരുത്തരും बूती से थामे रखेंगे. हम अल्लाह ताला കാലത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കുന്നവരായി മാറുക. जब तक हम में से हर एक വിശുദ്ധ ഖുർആൻ बांधता है जो തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, वक्त की बात ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, सुनेगा, അഹമ്മദിയ ഖിലാഫത്ത് कोशिश करे, ഇവയെല്ലാം അള്ളാഹുവിന്റെ इनामात की कदर പാശമാണ്, ഹബുലുള്ളയാണ്. ഇതിൽ ഒരു കണ്ണി പോലും हमेशा याद रखें. ഒരു അഹമ്മദി അവഗണിക്കുകയാണെങ്കിൽ हजरत അവൻ വീണ്ടും मसीह मौऊद अलैहिस्सलाम അഗ്നികുണ്ഡത്തിലേക്ക് പോകുന്നവനെ പോലെയായിരിക്കും. ये सब അതുകൊണ്ട് अल्लाह ताला की रस्सी है. उनमें से ഓരോ അഹമ്മദിയും
അബുലുള്ളയെ മുറുകെ പിടിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഓർക്കുന്നതും അതിൽ നന്ദിയുള്ളവരായി തീരുന്നതും അത് വാക്കിൽ നിന്നും പ്രവൃത്തിപഥത്തിലേക്ക് വരുന്നതും എല്ലാം പരസ്പരം സ്നേഹം ഉണ്ടാക്കി തീരുമ്പോഴാണ്. हर अहमदी को ये बात സ്നേഹമുള്ള സഹോദരന്മാരെ പോലെ പരസ്പരം വർത്തിക്കുമ്പോഴായിരിക്കും ഇത് ഉണ്ടായിത്തീരുക. रखना നേർമാർഗം പ്രാപിച്ചവനെന്നും തീകുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനെന്നും അപ്പോഴാണ് ഒരു അഹമ്മദിയെക്കുറിച്ച് പറയാൻ സാധിക്കുക. എല്ലാവരും अमल की शक्ल इख्तियार करेगा जब आपस की मोहब्बत होगी, जब एक दूसरे എല്ലാത്തരം ഭിന്നിപ്പിൽ നിന്നും തന്നെ അകർത്തി നിർത്തുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ അഹമ്മദിയാണെന്ന് പറയപ്പെടുകയുള്ളൂ. വ്യക്തിപരമായ എല്ലാ അഹങ്കാരത്തിൽ നിന്നും ഒരു അഹമ്മദി തന്നെ സംരക്ഷിക്കുമ്പോഴും से बचाया जाने वाला അള്ളാഹുവിന്റെ പ്രീതിക്കായി പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് तफरीका से ഒരാൾ रखेगा, യഥാർത്ഥ അഹമ്മദിയായിത്തീരുന്നത്. अहमदी कहलाएगा। ഈ രീതിയിൽ जब हर തന്റെ ചിന്തകളെ കൊണ്ടുപോകുന്നവർ ഭാഗ്യവാന്മാരാണ്. जाएगा, जब തന്റെ വാക്കിനെയും के असूल के लिए പ്രവൃത്തിയെയും ഈ രീതിയിൽ അവർ ആക്കി തീർക്കുന്നു. ഈ ഒരു അവസ്ഥ നാം കൈവരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ अपनी सोचों को ജനങ്ങളെ വരിക, ഇവിടെ നിങ്ങൾക്ക് സന്മാർഗ ദീപം ദർശിക്കാം എന്ന് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കുകയുള്ളൂ. इसके मुताबिक ढालें। ഇന്ന് ലോകത്തിന്റെ വലിയൊരു വിഭാഗം ജനങ്ങളും മതത്തിൽ നിന്നും അകന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരായി മാറിയിരിക്കുകയാണ്. पुकार कर ऐलान कर सकते हैं कि आओ लोगों ये यही പാശ്ചാത്യ നാടുകളിൽ പ്രത്യേകിച്ചും ഇതാണ് അവസ്ഥ. എന്നാൽ സ്പെയിൻ ഇപ്പോൾ ഒരു വലിയ വിഭാഗം മതത്തോട് ചായ്വുള്ളവരാണ്. बहुत बड़ी तादाद दुनिया में दीन से हट गई है। 2 ദിവസം മുമ്പ് ഇവിടെ സ്പാനിഷ് ആളുകളുമായി इनकारी हैं ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. खासतौर पर मगरबी ममालिक में, വലൻസിയയിലെ പാർലമെന്റ് സദർ जहाँ भी എന്നോടൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. ऐसा तबका സംസാര മധ്യേ അദ്ദേഹം വളരെ വ്യാകുലചിത്തനായിക്കൊണ്ട് പറഞ്ഞു, यहाँ 2 दिन पहले ജനങ്ങൾ ഇക്കാലത്ത് മതത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ മതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കേണ്ടതാണ്. एशिया की ഇത്ര വലിയ പോസ്റ്റിലുള്ളവർ പൊതുവിൽ മതചിന്തയിൽ നിന്നും അകന്ന് വെറും ഭൗതിക ചിന്തയിൽ മുഴുകിയവരായിരിക്കും. പാശ്ചാത്യ നാടുകളിൽ ആരെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടോ അവരെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഇவ்விதം ആളുകളിലും മതത്തോട് താൽപര്യമുള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട്. മതചിന്തയുള്ള വ്യക്തിയാണ് അദ്ദേഹം. യഥാർത്ഥ മതം ഏതാണെന്ന് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു തന്നിരിക്കുന്നു. होते हैं अभी तक जिन लोगों से भी मगरिब में मेरा वास्ता पड़ा है, അത് ഇസ്ലാമാണ്. तब पर भी मैंने देखा है दीन की तरफ रुझान है। അതിനാൽ ये आदमी है മറ്റൊരു മതവും തന്നെ സൃഷ്ടിയെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുകയില്ല. तो दीन जो हकीकी दीन है, അതിനുള്ള കഴിവും ഇല്ല. ताला ने वादे तौर സൃഷ്ടിയെ സൃഷ്ടാവിലേക്ക് എത്തിക്കാൻ കഴിവുള്ള മതം ഇസ്ലാം ഒന്ന് മാത്രമാണ്. इसलिए എന്നാൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ना तो बंदे को ഉത്തരവാദപ്പെട്ടവർ, അള്ളാഹു കരുണ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പാശത്തെ सख्त है। കയ്യിൽ നൽകപ്പെട്ടവർ, അത് അഹമ്മദികളാണ്. इस्लाम ही അതുകൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം നിലനിൽക്കുകയാണെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം പരസ്പരം അഭിപ്രായ ഭിന്നതയിലാണെങ്കിൽ, നമ്മുടെ ഐക്യത്തെ തകർക്കുന്ന തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയാണെങ്കിൽ, हबलुल्लाह അത് നമ്മിൽ അമിതമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലും അതിന്റെ ഉന്നത ഫലങ്ങൾ കരസ്ഥമാക്കുന്നതിലും തടസ്സമാവുകയാണെങ്കിൽ, തീർച്ചയായും നാം അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയേണ്ടവരായിത്തീരുന്നതാണ്. जो हमारी नुकसान ആദ്യകാലത്ത് മുസ്ലിങ്ങളായിരുന്ന ആയിരക്കണക്കിന് സ്പെയിൻ നിവാസികൾ ഇപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ तो यकीनन പറഞ്ഞിരുന്നു. अल्लाह ताला के आगे जवाबदेह होंगे। പ്രവേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ഇസ്ലാം ഏതാണെന്ന് അവർക്കിപ്പോൾ അറിയില്ല. कि हजारों യഥാർത്ഥ ഇസ്ലാം जिनको सदियों നാമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. जिनकी बुनियाद इस्लाम थी, യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ നാടുകളിലും जो इस्लाम में ആത്മീയത അന്വേഷിച്ചുകൊണ്ട് और हो रहे हैं
ഇസ്ലാം മതം ആശ്ലേഷിച്ച പല അഹമ്മദികളുമുണ്ട്. उनको पता नहीं। എന്നാൽ അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആത്മീയ മാർഗത്തിലേക്ക് മുസ്ലിം പണ്ഡിതർക്കോ നേതാക്കൾക്കോ വഴികാട്ടാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ വീണ്ടും അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. वहां के मुकामी അതിന്റെ ഫലമായി അവരെ അഹമ്മദിയത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. लेकिन പുതുതായി വരുന്നവർക്ക് അഹമ്മദിയത്തിന്റെ മടിത്തട്ടിലാണ് ആത്മീയ സംതൃപ്തി കൈവരുന്നതെന്ന കാര്യം ഓരോ അഹമ്മദിയും ശ്രദ്ധിക്കേണ്ടതാണ്. तो फिर ഇതിനായി ആദ്യകാല അഹമ്മദികൾ തങ്ങളിലും ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ആദ്യകാല അഹമ്മദികൾ, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിൽ വസിക്കുന്ന പാകിസ്ഥാനി അഹമ്മദികൾ, आने वालों को അവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ रूहानी सुकून मिलता है। ഈ സത്യാന്വേഷികളെ इसके लिए ദീനിൽ നിന്നും അകറ്റുന്നവരായി അവർ മാറുന്നതാണ്. नजर रखनी होगी। അതുകൊണ്ട് ഓരോ അഹമ്മദിയും തന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. अहमदी जो बाहिराबाद हैं റിസപ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിൽ ഞാൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ചുരുങ്ങിയ രീതിയിൽ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. സ്പാനിഷ് ആണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ हर अहमदी को ഭക്ഷണത്തിനു ശേഷം എന്നെ समझना चाहिए। रिसेप्शन में പിന്നീട് കാണുകയുണ്ടായി. അവർ മക്കനെയെല്ലാം ഇട്ടിരുന്നു. അവർ പറയുകയുണ്ടായി, ഞാൻ മുസ്ലിമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ സ്പാനിഷ് ആയിട്ടായി തോന്നുകയുള്ളൂ. तो एक खातून അവർ ഇന്ന ഇസ്ലാമിക സംഘടനയുടെ ഭാരവാഹിയാണെന്നും പറഞ്ഞു. खाने के बाद मिलने आई, स्कार्फ वगैरह बांधा हुआ था। അവർ പറഞ്ഞു, ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങൾ വളരെ ഭംഗിയായി നിങ്ങൾ വിവരിക്കുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം വന്നു. स्पेनिश लगती हैं, നിങ്ങൾ സ്പാനിഷ് ആണെന്ന് तंजीम के अहदेदार हूँ കണ്ടാൽ തോന്നും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ और ആദ്യകാല മുബല്ലിഗായിരുന്ന മൗലവി കറം ഇലായി സഫർ സാഹിബിന്റെ മകൻ नाम की खूबसूरत എന്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവർ സ്പാനിഷ് തന്നെയാണ്. ഇപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൺവെർട്ടായി എന്നാണ്. അപ്പോൾ ആ സ്ത്രീ ഉടനെ പറയുകയുണ്ടായി, ഞാൻ കൺവെർട്ടായിട്ടില്ല, മതം മാറിയിട്ടില്ല. मेरे साथ खड़े थे। എന്റെ പൂർവികരുടെ മതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. कबूल किया है। ഇതിൽ നിന്നും മനസ്സിലാകുന്നത് തങ്ങളുടെ പൂർവികരുടെ മതത്തെയും തങ്ങളുടെ അടിത്തറയെയും അന്വേഷിക്കുന്നവർ അവരിൽ പലരുമുണ്ട്. कन्वर्ट नहीं हुई। നമുക്ക് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, അങ്ങനെയുള്ള ജനങ്ങളിൽ വളരെയധികം കഠിന പ്രയത്നം ചെയ്യേണ്ടത് ആവശ്യമാണുള്ളത്. എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ഇക്കാര്യങ്ങളിൽ അനുഗ്രഹം വർഷിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ദാഹം തീർക്കാൻ കഴിയുന്നവർ നാമാണ്. ഒരു അഹമ്മദിക്കാണ് ആ ദാഹം തീർക്കാൻ സാധിക്കുക. लेकिन बार बार മസ്ജിദ് നിർമ്മാണത്തോടുകൂടി ഇസ്ലാമിന്റെ പുരോഗതിയുടെ അടിത്തറ പാകപ്പെട്ടു എന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ हमें ढालना हो। അതോടൊപ്പം ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് हकीकी മസ്ജിദ് നിർമ്മാണോദ്ദേശം ആത്മാർത്ഥമായിരിക്കണമെന്നാണ്. അപ്പോഴാണ് ഫലം നൽകുക. മസ്ജിദിന്റെ നിർമ്മാണത്തിലും അതിനെ ജനനിബിഡമാക്കുന്നതിലും ഇഖ്ലാസാണ് ഫലം ചെയ്യുക. അതല്ലാതെ വല്ല തന്ത്രമോ കഴിവോ അറിവോ ബുദ്ധിയോ അല്ല. ഇവയെല്ലാം കൂടെ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ ആത്മാർത്ഥത അതാണ് അടിസ്ഥാനം. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ് അടിസ്ഥാന കാര്യം. बस मस्जिद के क़याम വ്യക്തിപരമായ താൽപര്യ സംരക്ഷണങ്ങളിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും जारी ना इल्म തൻ പ്രമാണത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മസ്ജിദ് ബശാരത്ത് ഫൈദാബാദിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഫലം നൽകുന്നതാണ്. അതേപോലെ മസ്ജിദ് ബൈത്തുർ റഹ്മാൻ വലൻസിയയുടെ നിർമ്മാണം കൊണ്ടുള്ള സദ്ഫലങ്ങളും നാം കാണുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ മസ്ജിദിന്റെ ഉദ്ഘാടന വേളയിൽ റിസപ്ഷൻ നടക്കുകയുണ്ടായി. ഇത്രയും വിശാലമായ രീതിയിൽ സ്പെയിൻ ജമാഅത്ത് സംഘടിപ്പിക്കുന്ന റിസപ്ഷനായിരുന്നു ഇത്. ഇതിൽ അയൽവാസികൾ കൂടാതെ വിദ്യാസമ്പന്നരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും വന്നിരുന്നു. എല്ലാ വിഭാഗത്തിലെയും ആളുകൾ ഉണ്ടായിരുന്നു. വളരെ നല്ല സ്വാധീനവുമായിട്ടാണ് അവർ പോയത്. അധികം പേരും പറഞ്ഞത്, ഇസ്ലാമിന്റെ ഈ മനോഹര സന്ദേശത്തെ ഇന്നാണ് ഞങ്ങൾ കേട്ടത്. ऑर्गेनाइज की थी। ഞങ്ങൾ വികാരഭരിതരായിരുന്നു. അവരിൽ ചിലർ ദൈവ നിഷേധികളുമുണ്ട്. അവരിൽ ചിലർ പറഞ്ഞത് മതത്തെക്കുറിച്ച് പലതും असर लेकर गए हैं।
ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഡോക്ടർ മൻസൂർ സാഹിബ് പറയുകയുണ്ടായി, എനിക്ക് അറിയാവുന്ന ഒരാൾ, അദ്ദേഹം വളരെയധികം വികാരനിർഭരമായ ഒരവസ്ഥയിലായിരുന്നു. ചുരുക്കത്തിൽ ഇന്ന് അള്ളാഹുവിലുള്ള സുദൃഢ വിശ്വാസവും മതത്തിന്റെ മനോഹാരിതയും ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ പ്രവേശിച്ച അഹമ്മദികൾക്ക് മാത്രമാണ്. അവർക്ക് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു ഒരുക്കുകയുണ്ടായി. ഇവിടെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് പിന്നീട് കാണാനും പലതും റിപ്പോർട്ടുകളിൽ വായിക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ നടന്ന ഇന്റർവ്യൂ MTA റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. റിസപ്ഷനിൽ വന്നിരിക്കുന്ന പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അവർ മസ്ജിദിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചുമെല്ലാം തങ്ങളുടെ കാഴ്ചപ്പാട് വിവരിച്ചിട്ടുണ്ട്. വലൻസിയയിലെ അസംബ്ലി സ്പീക്കറും ഇതിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എവിടെ പോയതായിരുന്നു? മെട്രട്ടിൽ പോയതായിരുന്നു. ഇവിടെ താമസിക്കുന്നവർക്കറിയാം അത് എത്രമാത്രം ദൂരമുണ്ടെന്ന്. ട്രെയിനിൽ വന്നാൽ തന്നെയും ഏകദേശം 2 മണിക്കൂർ എടുക്കും. അദ്ദേഹം തിരിച്ചു വരുന്നതിൽ അല്പം വൈകിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി അവിടെ വരാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹം പ്രോഗ്രാമിന്റെ 1 മണിക്കൂർ മുമ്പേ സ്റ്റേഷനിൽ എത്തി. എന്നിട്ട് തന്റെ ഡ്രൈവറോട് നേരെ പള്ളിയിലേക്ക് വണ്ടി വിടാൻ പറയുകയും ചെയ്തു. അദ്ദേഹം ഒരു സുപ്രധാന ജോലിക്ക് വേണ്ടി പോയതായിരുന്നു. അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, ഇന്ന് ഉച്ചക്ക് വിദേശകാര്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് വരുന്നത്. അതെല്ലാം ഉണ്ടായിട്ടും മസ്ജിദിന്റെ ഈ പരിപാടിക്ക് അദ്ദേഹം പ്രാധാന്യം നൽകുകയും നേരെ ഇവിടേക്ക് വരികയും ചെയ്തു. അദ്ദേഹം ആദ്യം കരുതിയിരുന്നത് ഇവിടെ അരമണിക്കൂർ ഇരുന്ന് പോകാമെന്നായിരുന്നു. എന്നാൽ അദ്ദേഹം ഇരിക്കുകയും വളരെ താല്പര്യത്തോടെ കാര്യങ്ങൾ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിവരിച്ച ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വളരെ മനോഹരമാണ്. ഇതേപോലെ പലരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ രാഷ്ട്രീയ നേതാക്കന്മാരും വക്കീൽമാരും ഡോക്ടർമാരും മെമ്പർ ഓഫ് പാർലമെന്റും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല സ്വാധീനവും കൊണ്ടാണ് തിരിച്ചുപോയത്. ഇത്രയും വിപുലമായ രീതിയിൽ സ്പെയിൻ ജമാഅത്ത് സംഘടിപ്പിച്ച ആദ്യത്തെ വലിയ ഫംഗ്ഷനായിരുന്നു ഇത്. ഇതിൽ സ്പെയിൻകാരായ 108 ആളുകൾ പങ്കെടുത്തിരുന്നു. ഇവിടെ മസ്ജിദ് നിർമ്മാണത്തിൽ എതിർത്തിരുന്ന അയൽവാസികൾ, അവരിൽ പലരും വന്നിരുന്നു. അവർക്ക് പല സന്ദേഹങ്ങളും ഉണ്ടായിരുന്നു. അത് ചിലർ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്റെ പ്രസംഗത്തിന് ശേഷം ആ സന്ദേഹങ്ങളെല്ലാം അകലുകയുണ്ടായി. ഇസ്ലാമിൽ അയൽവാസികളുടെ പ്രാധാന്യവും അവരുടെ അവകാശങ്ങളും എന്ന വിഷയം മുതലാണ് എന്റെ പ്രസംഗം തുടങ്ങിയിരുന്നത്. ചുരുക്കത്തിൽ ലോകം ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മസ്ജിദ് നിർമ്മാണത്തിലൂടെ ഇതിന്റെ കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്നതിനു ശേഷം ജനങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നാം നമ്മുടെ കടമകൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഞാൻ ഓതിയ ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിൽ ഐക്യം നിലനിർത്താനായി പറഞ്ഞുകൊണ്ട് എന്നാൽ മാത്രമേ നിർമാർഗത്തിൽ നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. വഴികേടിൽ നിന്നും ഇതാണ് രക്ഷപ്പെടുത്തുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. 2ാമത്തെ ആയത്തിൽ പറയുന്നത്, നിങ്ങളിൽ നിന്ന് ഒരു സംഘം നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായി ഉണ്ടാകണം. യദ്ഊന ഇലൽ ഖൈരി, ചെയ്യുന്നവരായിരിക്കണം, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകണം. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മ ഉപദേശിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഒരു സംഘം വേണമെന്ന് ഇവിടെ പറയുന്നു. അതിൽ 1ാമത്തെ സംഘം ജമാഅത്ത് മുബല്ലിഗ്മാരുടെയും മുറബ്ബിമാരുടെയും സംഘമാണ്. അവരാണ് ആദ്യത്തെ അഭിസംബോധിതർ. കാരണം മുബല്ലിഗ്മാരെ കാലത്തിന്റെ ഖലീഫ തർബിയത്തിന് വേണ്ടിയും തബ്ലീഗിന് വേണ്ടിയും തന്റെ പ്രതിനിധിയായും കൊണ്ട് ഇവിടേക്കും മറ്റു നാടുകളിലേക്കും അയച്ചവരാണ്. നിങ്ങൾ ഉപദേശകന്മാരാണ്. മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണമെന്നും
നിങ്ങൾ ലോകത്തോട് പറയുന്നു. ഇരുലോകവും ശരിയാകണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹവും സൗഹൃദവും സൗഹാർദ്ദവും സാഹോദര്യവും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് ലോകത്തോട് പറയുന്നവരാണ് നിങ്ങൾ. മുറബിമാരും മുബല്ലിഗുമാരും അവർ സ്വയം ഇക്കാര്യത്തിൽ ഉന്നത നിലവാരം കാണിക്കുന്നില്ലെങ്കിൽ ലോകത്തിന് എങ്ങനെ ഉപദേശിക്കാൻ സാധിക്കും? മുറബിമാരുടെ ജോലി ജമാഅത്തിന്റെ തർബിയത്തും തബ്ലീഗുമാണ്. ഈ രണ്ട് പ്രവർത്തനത്തിനുമായി खुद मुरब्बियान और मुबल्लिगीन ഉയർന്ന മനക്കരുത്ത് ഉണ്ടാകേണ്ടതാണ്. तो दुनिया को किस तरह नसीहत करें? ക്ഷമയുടെ ഉന്നത നിലവാരം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. जमात की तरबियत भी അനുസരണത്തിന്റെ ഉന്നത നിലവാരം കാണിക്കേണ്ടതും അത് സ്ഥാപിക്കേണ്ടതും വളരെ സുപ്രധാനം തന്നെയാണ്. के लिए തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും യോജിപ്പുണ്ടാക്കുക എന്നതും വളരെ ആവശ്യമാണ്. हौसला होना और बुलंद മുറബിമാർ जरूरी है. ജമാഅത്തിന്റെ മതപരവും ആത്മീയപരവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഖലീഫയുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് അതിന്റെ പ്രാതിനിധ്യം നിറവേറ്റാൻ പരിശ്രമിക്കേണ്ടതാണ്. വളരെ പ്രയാസമുള്ള അവസ്ഥകൾ വരും. ഭാരവാഹികളുടെ പെരുമാറ്റത്തിൽ അസ്വസ്ഥരാകുകയും ചെയ്തേക്കാം. जमात ചില അവസരങ്ങളിൽ तरक्की के लिए ക്ഷമയുടെ നെല്ലിപ്പടി കടന്നേക്കാം. കാരണം ഇവരും മനുഷ്യരാണ്. എന്നാൽ अदा करने ഉടനെ ദുആയും ഇസ്തിഗ്ഫാറും ചെയ്യുക. അതോടൊപ്പം അള്ളാഹുവിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം വഖഫ് ചെയ്തിരിക്കുന്നു എന്ന ചിന്തയും മുമ്പിൽ കൊണ്ടുവരിക. की करेंगे. बाज मौकों पर ജമാഅത്തിൽ തർബിയത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുമെന്നും വഴികേടിലായവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്കുഴിയെ കൊണ്ടുവരുന്നതാണെന്നും ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നും ഓർക്കുക. ഈ ഒരു ചിന്തയുണ്ടാകുമ്പോഴാണ് ആരുടെയെങ്കിലും വാക്കുകൾ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിൽ നിന്നും അകറ്റാതിരിക്കുക. അൽ ഇസ്സത്തുലില്ല എന്ന കാര്യം എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകട്ടെ. झंडे तले भी लेकर आना है. നിങ്ങളുടെ ജീവിതം വഖഫ് ചെയ്തു എന്ന ചിന്ത എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. അല്ലാഹു തആലയുടെ അഭിമാനവും മഹത്വവും हटा नहीं सकेगी. ഒന്ന് മാത്രം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ തങ്ങളുടെ മഹത്വമായിരിക്കരുത്. ഭാരവാഹികളുടെ തെറ്റായ പെരുമാറ്റത്തിൽ ക്ഷമ കൈക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് അത് കാരണമായി തീരുന്നതാണ്. കാരണം ഏതവസ്ഥയിലും യഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറുന്നതാണ്. അതുകൊണ്ട് മുറബിമാരുടെ ജോലി എന്നത് സ്വന്തത്തെ ഭിന്നതയിൽ നിന്നും അഗ്നികുണ്ഡത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതല്ല, മറിച്ച് ലോകത്തെയും ഭിന്നതയിൽ നിന്നും രക്ഷപ്പെടുത്തണം, അഗ്നികുണ്ഡത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. ഞാൻ പറഞ്ഞതുപോലെ ത്യാഗം ചെയ്യാതെ ഈ ജോലി നിർവഹിക്കാൻ കഴിയില്ല. മുകളിൽ പരാമർശിച്ച ആയത്തിന്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ സംഘം ജമാഅത്തിന്റെ ഭാരവാഹികളാണ്. അവർ തങ്ങളെ ജമാഅത്തിന്റെ സേവനത്തിനായി സമർപ്പിച്ചവരാണ്. ജമാഅത്ത് ഭാരവാഹികളിൽ ഒരു അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. काम जैसा कि मैंने कहा അമാനത്തിന്റെ കടമ പൂർണ്ണമായ രീതിയിൽ നിറവേറ്റാത്തവർ അള്ളാഹുവിന്റെ പിടിയിൽ വരുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഇത് വ്യക്തമായി അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്. തങ്ങളുടെ വാക്കും പ്രവൃത്തിയും യോജിപ്പിച്ചു പോകുമ്പോഴാണ് जमाती ओहदेदार അമാനത്തിനോടുള്ള കടമ നിറവേറ്റുന്നവരായി മാറുന്നത്. और ईमान ഭാരവാഹിത്വം എന്നത് ഏതെങ്കിലും സ്ഥാനം ലഭിക്കുക എന്നതിന് മാത്രമാകരുത്. സേവനം എന്ന വികാരത്തോടുകൂടി ആത്മാർത്ഥതയോടും കൂറും പ്രകടിപ്പിക്കാനായി മറ്റുള്ളവരിൽ നിന്നും പ്രകടമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം ഭാരവാഹിത്വം. സമൂഹത്തിന്റെ നേതാവ് സമൂഹത്തിന്റെ സേവകനാണെന്ന വാക്യം എപ്പോഴും കൺമുമ്പിൽ വെക്കേണ്ടതാണ്. ഭാരവാഹികളുടെ മാതൃക ജമാഅത്തങ്ങളെ നന്മയിൽ നിലയുറപ്പിക്കുന്നതാകട്ടെ. നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും അന്തരമുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഏത് നിലയിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് ഉപദേശിക്കാൻ സാധിക്കും? മറ്റുള്ളവർ നിങ്ങളോട് മുഖത്തു നോക്കി ഇപ്രകാരം പറയും: ആദ്യം നിങ്ങൾ നന്നായിട്ട് വരൂ, നിങ്ങളുടെ നാവ് നിയന്ത്രിക്കൂ, നിങ്ങളുടെ സ്വഭാവം ശരിയാക്കൂ, നിങ്ങളുടെ മതത്തോടുള്ള സമീപനം ശരിയാക്കൂ, നിങ്ങളുടെ ആത്മീയത ആദ്യം ശരിയാക്കൂ, സ്വന്തം നമസ്കാരം നേരെയാക്കൂ, ഭൗതികമായ നിങ്ങളുടെ ഇടപാടിൽ നീതി നടപ്പിൽ വരുത്തൂ, നിങ്ങളുടെ मुंह पर कहेगा आपको വിശ്വാസ്യതയുടെ നിലവാരം ഉയർത്തൂ. अपनी जुबान को शुस्ता करो. ജമാഅത്തിന്റെ സന്ദേശം ലോകർക്ക് എത്തിക്കാനുള്ള ഒരാവേശം സ്വയം നിങ്ങളുടെ അകത്തളങ്ങളിൽ സൃഷ്ടിച്ചു കാണിക്കൂ. ഇതെല്ലാം ഭാരവാഹികൾ ചെയ്യണം. മുറബിമാർ इन मामलात में भी इंसाफ कायम करो. ദീനീ തർബിയത്തിനുള്ള ईमानदारी के मयार കാലത്തിന്റെ ഖലീഫയുടെ പ്രതിനിധികളാണ്. അവരെ നിങ്ങൾ ആദരിക്കുക. മുറബിമാരെ ആദരിക്കുക എന്നത് ഭാരവാഹികളുടെ സുപ്രധാന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ചുരുക്കത്തിൽ
നിങ്ങളുടെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ പ്രവർത്തനത്തെയും ഇസ്ലാം പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നന്മ സ്ഥാപിക്കുന്നവരും തിന്മയെ തടയാൻ അവകാശമുള്ളവരും നിങ്ങളാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. काम ओहदेदारों का भी है। ഇതിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തിലെ എല്ലാ തലത്തിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭാരവാഹികൾക്കും ഒരാത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജമാഅത്ത് പ്രസിഡന്റും അമീറും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇവർ തന്നെ ജമാഅത്തിന്റെ ഭിന്നതയ്ക്ക് കാരണക്കാരാകുകയാണ്. बस इसलिए മുറബിമാരെയും മുബല്ലിഗുമാരെയും ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് ജമാഅത്ത് പ്രസിഡന്റുമാരും അമീർമാരുമാണ്. ആദരിക്കുന്നുണ്ടെങ്കിൽ മുറബിമാർ ഇത് തങ്ങളുടെ അവകാശമായി കാണരുത്. जमात ने അവർ കൂടുതൽ വിനയാന്വിതരാകുകയാണ് വേണ്ടത്. തങ്ങളുടെ നഫ്സിന്റെ ഇസ്ലാഹിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയാണ് അവർ വേണ്ടത്. എല്ലാ തലത്തിലും सदर ഈ ഒരു സ്ഥാനം നാം കൈവരിച്ചു കഴിഞ്ഞാൽ ജമാഅത്തിന്റെ തർബിയത്ത് പ്രശ്നങ്ങളും അള്ളാഹു ശരിയാക്കുന്നതാണ്. അതോടൊപ്പം തബ്ലീഗ് ഫീൽഡിൽ അപ്രതീക്ഷിതമായ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നതുമാണ്. ഈ ഐക്യവും കെട്ടുറപ്പും സൗഹൃദവും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും അനുഗ്രഹം ചൊരിയുന്നതാണ്. ഭാരവാഹികളുടെ പരസ്പരമുള്ള പെരുമാറ്റവും വളരെ ഉന്നത നിലവാരത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. बेहतर होंगे। ഇതും വളരെ അത്യാവശ്യമാണ്. गैर मामूली फतवाहत देखें പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് ലഭിക്കാൻ ഇതും വളരെ വളരെ അത്യാവശ്യമാണ്. और एहतराम और इत्तेफाक हमारे हर काम में बरकत डालेगा। ഭിന്നത നിലനിൽക്കുകയും പരസ്പരം അകന്നിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അഭിമാന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ക്ഷമയും മനക്കരുത്തും കുറഞ്ഞു വരികയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം വളരെ പ്രതികൂലമായിരിക്കും ഉണ്ടാവുക. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഒരാൾ പരാതിപ്പെട്ടു, നിങ്ങളുടെ ബന്ധു ഇന്ന ധനികന്റെ മകൻ എന്നെ കുറെ ചീത്ത പറയുകയുണ്ടായി. किस्म के निकलते हैं। ആ നേതാവ് ചീത്ത പറഞ്ഞ വ്യക്തിയെ വിളിപ്പിച്ചു. എന്നിട്ട് അയാളെ കുറെ ചീത്ത പറഞ്ഞു. वाकया बयान किया कि एक रईस था, അയാൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. किसी शख्स ने शिकायत അതിനുശേഷം ആ നേതാവ് ചോദിച്ചു, अजीज है നിങ്ങൾ ज्यादा जो है എന്തിനാണ് ഈ വ്യക്തിയെ ചീത്ത പറഞ്ഞിരുന്നത്? ആ ബന്ധു പറയുകയുണ്ടായി, ഈ വ്യക്തി ആദ്യം എന്നെ ചീത്ത പറഞ്ഞിരുന്നു, എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ ചീത്ത പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ നേതാവ് उसके बाद रईस ने उसे कहा അയാളോട് പറഞ്ഞു, कि तुमने ഞാൻ നിന്നെ കുറെ ചീത്ത പറഞ്ഞല്ലോ, എന്നിട്ട് നീ ഒരക്ഷരം മിണ്ടിയില്ല. ഇതിന്റെ അർത്ഥം कहा कि ये शख्स ने पहले मुझे बुरा നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നല്ല, ക്ഷമ ഉള്ളതുകൊണ്ടാണല്ലോ എന്റെ വാക്കുകൾ കേട്ട് ക്ഷമിച്ചത്. നീ ഈ വ്യക്തിയെ ചീത്ത പറയാനും ആവശ്യത്തിൽ കൂടുതൽ കോപിക്കാനും എല്ലാം ഉള്ള കാരണം നീ ഇദ്ദേഹത്തെ നിന്നേക്കാളും താഴെയുള്ളവനായി കരുതിയതുകൊണ്ടാണ്. मतलब ये बात नहीं कि तुम्हें सब्र നിങ്ങൾക്ക് ക്ഷമ കൈകൊള്ളാൻ കഴിയുമോ എന്ന പരിശോധനയാണ് ഞാൻ നടത്തിയത്. सिर्फ इसलिए तुमने उसको അത് നിങ്ങൾ എന്റെ മുമ്പിൽ കാണിക്കുകയും ചെയ്തു. ക്ഷമ കാണിക്കേണ്ട സ്ഥാനമാണിത്. നമ്മെക്കാളും മുകളിലുള്ളവരോട് നാം ക്ഷമ കാണിക്കുന്നത് പോലെ और सब्र अगर तुम सब्र दिखाते നമുക്ക് താഴെയുള്ളവരോടും खा सकते थे, നമ്മോട് തുല്യരായവരോടും ക്ഷമ കാണിക്കേണ്ടതാണ്. दिखाया मेरे सामने। बस ये मयार है। അപ്പോൾ മാത്രമാണ് നമുക്ക് നാനാതരം ഫിത്നകളും കുഴപ്പങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. अगर ലോകരെ ഉപദേശിക്കുന്നു, ऊंचे के ഇസ്ലാമിന്റെ മനോഹര സന്ദേശം നാം അവർക്ക് നൽകുന്നു. എന്നാൽ ക്ഷമ കാണിക്കേണ്ട സന്ദർഭം വരുമ്പോൾ करते हैं നമ്മിൽ അധികം പേരും ക്ഷമ കൈവടിയുന്നു. वाले से भी उसने ही सब्र दिखाए। ക്ഷമയുടെ ഈ ഉന്നത സ്ഥാനം നാം കരസ്ഥമാക്കുകയാണെങ്കിൽ തബ്ലീഗിനുള്ള കൂടുതൽ വഴികൾ നമുക്ക് തുറക്കപ്പെടുന്നതാണ്. വഖഫെ സിന്ദഗിയുടെയും ഭാരവാഹികളുടെയും ഉത്തരവാദിത്തമാണ് സർവ്വതും എന്ന് സാധാരണ ജമാഅത്തങ്ങൾ ധരിക്കരുത്. പരസ്പരമുള്ള സ്നേഹവും അടുപ്പവും വർദ്ധിപ്പിക്കേണ്ടതും तबलीग के मैदान ഒത്തൊരുമയും സാഹോദര്യവും നിലനിർത്തേണ്ടതും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നതും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കാര്യങ്ങൾ കേൾക്കുക എന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനം അനുസരിച്ച് തങ്ങളുടെ തഖ്വയുടെ നിലവാരം ഉയർത്തുക, കാലത്തിന്റെ ഖലീഫയുടെ വിളിക്ക് ഉത്തരം നൽകുക എന്നതെല്ലാം ഓരോ അഹമ്മദിയുടെയും ഉത്തരവാദിത്തമാണ്. ഇതാണ് ജമാഅത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക. ഭാരവാഹികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും इस्लाम की तालीम के मुताबिक ജമാഅത്തിന്റെ കാര്യത്തിൽ
അവരെ അനുസരിക്കുകയും ചെയ്യുക എന്നത് ഓരോ ജമാഅത്ത് അംഗത്തിന്റെയും ചുമതലയാണ്. വീടുകളിലും പുറത്തും പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഉന്നത ധാർമ്മിക ഗുണം പ്രകടമാക്കുക എന്നതും ഓരോ അഹമ്മദിയുടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർത്തവ്യമാണ്. അപ്പോൾ മാത്രമാണ് അഗ്നികുണ്ഡത്തിൽ വീഴുന്നതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. തബ്ലീഗ് മുബല്ലിഗ്മാരുടെ മാത്രം ജോലിയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ദഅവത്തെ ഇലല്ലാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചവരുടെ മാത്രം ജോലിയുമല്ല. അള്ളാഹു ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നാൽ ദഅവത്തെ ഇലല്ലാഹയെ കുറിച്ച് പൊതുകൽപ്പനയുമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കൽപ്പനയും മാതൃകയും പിൻപറ്റാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കെ തബ്ലീഗ് പ്രവർത്തന മാതൃകയും നമുക്ക് പിൻപറ്റേണ്ടിയിരിക്കുന്നു. സൂറത്തുൻ നഹലിലെ ആയത്ത് ഞാൻ മൂന്നാമത് കേൾപ്പിക്കുകയുണ്ടായി. അതിൽ അള്ളാഹു ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി പറഞ്ഞിരിക്കുന്നു. എല്ലാ മുറബിമാരുടെയും ഭാരവാഹികളുടെയും ജമാഅത്തിലെ ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ഉത്തരവാദിത്തമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുക എന്നത്. വിളിക്കേണ്ട രീതിയെക്കുറിച്ചും പറഞ്ഞു തരികയുണ്ടായി. ഹിക്മത്തോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ജനങ്ങൾ നിങ്ങളിലേക്ക് തിരിയുന്ന അവസ്ഥ വന്നിരിക്കുന്നു. മസ്ജിദ് നിർമ്മാണത്തോടുകൂടി തബ്ലീഗിന്റെ മാർഗങ്ങൾ തുറക്കപ്പെടുന്നു. പത്രങ്ങളും നിങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും പ്രയോജനം എടുത്തുകൊണ്ട് തബ്ലീഗിന്റെ ഹിക്മത്ത് മനസ്സിലാക്കി ഈ കടമകൾ നിറവേറ്റുക. ഇതാണ് അള്ളാഹു പറയുന്നത്. തബ്ലീഗിനായി ഹിക്മത്ത് എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഇതിന് വിവിധ അർത്ഥങ്ങളുണ്ട്. വിവിധ അവസ്ഥകളിൽ വിവിധർക്കായി വിവിധ മാർഗങ്ങൾ കാണിച്ചു തരികയുണ്ടായി. ഒന്നാമത്തെ കാര്യം മതപരമായ അറിവ് കരസ്ഥമാക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനെ പഠിക്കുന്നതിലൂടെയും അതിന്റെ തഫ്സീറുകൾ വായിക്കുന്നതിലൂടെയും നമുക്കത് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ തെളിവുകളെ ശക്തിപ്പെടുത്തുക. ഇതുകൂടാതെ മറ്ററിവുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞത് ഹദീസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അത് മുഖേന തങ്ങളുടെ തെളിവുകൾ ശക്തമാക്കുക. ഇസ്ലാമിനോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ആക്ഷേപിക്കപ്പെടുന്നതിനെക്കുറിച്ചും ശക്തമായ തെളിവുകൾ ശേഖരിച്ചു വെക്കുക. ഹിക്മത്ത് എന്നതിന്റെ അർത്ഥം നീതി എന്നതുമാണ്. ചർച്ചകളിൽ ആക്ഷേപിക്കപ്പെടാവുന്ന കാര്യങ്ങൾ ഒരിക്കലും കൊണ്ടുവരരുത്. എല്ലായ്പ്പോഴും ഒരു മുസ്ലിമിൽ നിന്നും നീതി പ്രകടമാകണം എന്ന അധ്യാപനത്തിന് വിരുദ്ധമായി തെറ്റായ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ സംസാരിക്കരുത്. നീതിക്ക് പകരം അക്രമത്തിന് കാരണമായി തീരരുത്. അനഹമ്മദികൾ ചർച്ചയിൽ പരാജയപ്പെടുമ്പോൾ ഉടനെ ആക്രമിക്കാനും ചീത്ത പറയാനും തുടങ്ങുന്നു. അതോടൊപ്പം അള്ളാഹുവിന്റെ വചനത്തിന്റെ യുക്തി പ്രകടമാക്കുന്നതിന് പകരം അവരുടെ കാപ്പറ്റ്യം പ്രകടമാക്കുന്നതിന് അത് കാരണമായി തീരുന്നു. നമുക്ക് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വൈജ്ഞാനികമായി വളരെയധികം ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനാൽ നമ്മിൽ നിന്നും തബ്ലീഗ് രംഗത്ത് ഒരിക്കലും അനീതിയും അക്രമവും പ്രകടമാകുക തന്നെയില്ല. ഹിക്മത്തിലൂടെ തബ്ലീഗ് ചെയ്യാൻ വേണ്ടി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ വായിക്കേണ്ടതും അനിവാര്യമാണ്. ഇത് തബ്ലീഗിൽ മാത്രമല്ല പ്രയോജനം നൽകുക, മറിച്ച് ഓരോ അഹമ്മദിയുടെയും തർബീയത്തിലും ഇത് വലിയ പങ്ക് വഹിക്കുന്നതാണ്. ഇതേപോലെ ഹിക്മത്ത് ലാളിത്യത്തിനും മൃദുല സമീപനത്തിനും കൂടി പറയും. ഇതിൽ ക്ഷമയും ഉൾപ്പെടുന്നു. തബ്ലീഗിൽ ക്ഷമയും മൃദുല സമീപനവും വളരെ അനിവാര്യമാണ്. ഇവിടെ പുതുതായി വരുന്നവരിൽ പലരും ചോദിക്കുന്നത് ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങൾ എങ്ങനെയാണ് തബ്ലീഗ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ചില അടുത്ത ബന്ധുക്കൾക്കായി അവരുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകുന്നു. അവർ അസ്വസ്ഥരായിരിക്കും. അഹമ്മദികൾ തങ്ങളുടെ ബന്ധുക്കൾക്ക് അഹമ്മദിയത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിന് പകരം അവർ ദേഷ്യം പിടിക്കുന്നു, അവരോട് കയർത്ത് സംസാരിക്കുന്നു. ആ സമയത്ത് ഓരോ അഹമ്മദിയും മൃദുലതയും ക്ഷമയും പ്രകടമാക്കുക. ഇത് ഹിക്മത്താണ്. ഇത് വളരെ ആവശ്യമാണ്. പലരുടെയും ഹൃദയം ക്ഷമയുടെയും
മൃദുലതയുടെയും സമീപനം കണ്ട് ഉരുകാറുണ്ട്. പലരും തങ്ങളുടെ സംഭവങ്ങൾ എഴുതാറുണ്ട്. ഞങ്ങളുടെ ക്ഷമയും ആത്മധൈര്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. എന്നാൽ ഞങ്ങൾ ക്ഷമ കൈക്കൊണ്ടു. ആ ക്ഷമയുടെ ഫലം കാരണം ഞങ്ങളുടെ ഇന്ന ബന്ധു ഇപ്പോൾ ബൈഅത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഹിക്മത്ത് എന്നതിന് നിഘണ്ടുവിലുള്ള മറ്റൊരർത്ഥം അജ്ഞതയിൽ നിന്നും തടയുന്ന വസ്തു എന്നതാണ്. തബ്ലീഗ് ചെയ്യുന്ന വ്യക്തി മറ്റുള്ളവരെ അജ്ഞത പ്രകടിപ്പിക്കുന്നതിൽ നിന്നും തടയുന്നവനായിരിക്കണം. ആ വ്യക്തിയുടെ പ്രകൃതി അനുസരിച്ചായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. ആ വ്യക്തിയെ കൂടുതൽ അജ്ഞതയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ സംസാരിക്കരുത്. മൗലവിമാരുടെ ഈ ഭാഗം, അതല്ലെങ്കിൽ ഹൃദയം കഠിനമായവർക്ക് അള്ളാഹുവിന്റെ തഖ്ദീർ അജ്ഞതയുടെ മരണം വിധിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും പ്രകൃതം മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം നമ്രമായിത്തീരുന്നതാണ്. അംഗീകരിക്കുന്നില്ലെങ്കിലും അവര് നിശബ്ദരാകുകയെങ്കിലും ചെയ്യും. അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരുടെയും മതവിരോധികളുടെയും ഹൃദയവും നമ്രമായിത്തീരുന്നതാണ്. അവർ തെറ്റും അജ്ഞത നിറഞ്ഞതുമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ്. റിസപ്ഷന്റെ ഉദാഹരണം ഞാൻ നൽകുകയുണ്ടായി. ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ കുറെ മതമില്ലാത്തവരുമുണ്ടായിരുന്നു. അതിൽ ഡോക്ടർമാരായ ദമ്പതിമാർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ള എന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ പറഞ്ഞത് മതപരമായ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കണമെന്നാണ് ഹൃദയം മന്ത്രിക്കുന്നത് എന്നാണ്. അവർ മുലാഖാത്ത് പിന്നീട് നടത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവസരോചിതം നാം ലോകസമക്ഷം സമർപ്പിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തെ വശീകരിക്കുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ നമ്മുടെ ഫീൽഡ് തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മെക്കുറിച്ചുള്ള അറിവ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് പരിരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനെ പരിരക്ഷ നൽകുക എന്നത് നിങ്ങൾ ഏവരുടെയും ജോലിയാണ്. ഹിക്മത്തിന്റെ മറ്റൊരു വശം ഒരിക്കലും തെറ്റായ കാര്യം പറയരുത് എന്നാണ്. കാര്യങ്ങൾ നേരെ ചൊവ്വ ശരിയായ രീതിയിൽ പറയുക. ഇസ്ലാമിന്റെ അധ്യാപനം വളരെ മനോഹരമാണ്. അതുകൊണ്ട് അതിനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയേണ്ട ആവശ്യം തന്നെയില്ല. ഹിക്മത്തിന്റെ കാര്യം നിറവേറ്റാനായി കളവ് പറയേണ്ടി വന്നാലും പറയാം എന്ന് പറയുന്ന ഉലമാക്കളിൽപ്പെട്ടവരല്ല നാം. ഇങ്ങനെ ചെയ്യാം എന്ന് അവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. കളവ് ഉൾക്കൊള്ളുന്നതിൽ എന്ത് ഹിക്മത്താണുള്ളത്? കളവ് വന്നാൽ നീതിയും സത്യവും ന്യായവും എല്ലാം അവസാനിക്കുന്നു. ഇതില്ലെങ്കിൽ ഫിത്നയും ഫസാദും ജന്മമെടുക്കുന്നതാണ്. ഇതാണ് പാകിസ്ഥാനിലും മറ്റ് ഇസ്ലാമിക നാടുകളിൽ നാം കണ്ടുവരുന്നത്. ഫിത്ന വന്നാൽ ഇസ്ലാം അവിടെ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം ആർക്കെങ്കിലും പ്രചരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അത് അഹമ്മദികൾ മാത്രമാണ്. അവരുടെ ഓരോ വാക്കും നീതിയിലും സത്യത്തിലും അറിവിലും അധിഷ്ഠിതമായിരിക്കും. അതിനാൽ ഈ ഒരു കടമയാണ് ഓരോ അഹമ്മദിക്കും നിറവേറ്റാനുള്ളത്. അള്ളാഹു പറയുന്നു, ഹിക്മത്ത് ആവശ്യപ്പെടുന്നതെല്ലാം നിറവേറ്റുക, നിങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കുക, ക്ഷമയുടെ നിലവാരത്തെ ഉയർത്തുക, നീതിയുടെ നിലവാരത്തെയും ഉയർത്തുക. നിത്യജീവിതത്തിൽ ഇവയെല്ലാം പ്രകടമായി തീരട്ടെ. മറ്റുള്ളവരെ തിരിച്ചറിയുക. മറ്റുള്ളവരുടെ പ്രകൃതം തിരിച്ചറിയാതെ തബ്ലീഗ് നടത്താൻ സാധ്യമല്ല. ഇത് തബ്ലീഗിനുള്ള ഒരു മാർഗമാണ്. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഉപദേശങ്ങളും തബ്ലീഗും യുക്തിയിൽ അധിഷ്ഠിതം എന്ന് പറയാൻ കഴിയുക. മൗഇലത്തുൻ ഹസന ചെയ്യുന്നവരായി മാറുന്നത് നിങ്ങൾ അപ്പോഴായിരിക്കും. മൗഇല ഹസന എന്നതിന്റെ അർത്ഥം ഹൃദയത്തെ നമ്രമാക്കുന്ന വാക്കുകൾ എന്നാണ്. ഹിക്മത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ഹൃദയത്തെ നമ്രമാക്കുന്നു.
ഇവിടെ വിവിധ സമൂഹങ്ങളുണ്ട്. അവർക്ക് വിവിധങ്ങളായ മാർഗങ്ങൾ നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് എങ്ങനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ തബ്ലീഗ് എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ആലോചിക്കുക. ഇതിലേക്ക് അള്ളാഹു വഴികാട്ടിയിട്ടുണ്ട്. ജാദിൽ ഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഉത്തമ തെളിവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ തബ്ലീഗ് ചെയ്യുക. നിങ്ങളുടെ ഉപദേശം ഹൃദയത്തെ ഹഠാത് ആകർഷിക്കുന്നതാക്കി മാറ്റുക. അത് കാരണം ഹൃദയം മൃദുലമായി തീരണം. തബ്ലീഗ് ചെയ്യുക എന്നത് ഓരോ അഹമ്മദിയുടെയും പ്രവൃത്തിയാണ്. എന്നാൽ ഇതിൽ ഫലം ഇടുക എന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. ഹിദായത്ത് നൽകുക എന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്. എന്നാൽ ഈ പ്രവർത്തനത്തിനായി തങ്ങളുടെ അവസ്ഥ മാറ്റുകയാണ് ആദ്യം വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ വാക്കുകൾ സ്വാധീനം ചെലുത്തപ്പെടുക. തെളിവുകൾ അപ്പോഴാണ് ഫലപ്രദമാകുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശം നൽകേണ്ടത് എങ്ങനെയാണെന്ന് വിവരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഉപദേശിക്കുന്നവരെ നാവ് കൊണ്ട് ഉപദേശിക്കുക. ഒരേ ഒരു കാര്യം തന്നെ ഒരു രീതിയിൽ പറയുമ്പോൾ അത് ഒരാളെ ശത്രുവാക്കി മാറ്റുന്നു, മറ്റൊരു രീതിയിൽ അത് പറഞ്ഞാൽ മിത്രമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജാദിൽ ഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തുക. ഈ രീതിയിലുള്ള സംസാരത്തിനാണ് അള്ളാഹു ഹിക്മത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹിക്മത്തോടുകൂടി സംസാരിക്കുന്നതും പരസ്പരം അനിവാര്യമാണ്. തബ്ലീഗിനും തർബിയത്തിനും ആവശ്യമാണ്. അതേപോലെ ലോകരെ അള്ളാഹുവിലേക്ക് വിളിക്കുന്നതിനും അനിവാര്യമാണ്. തബ്ലീഗിന്റെ വഴികൾ അള്ളാഹു തന്റെ ഫദ്ല് കൊണ്ട് തുറന്നു തന്നിരിക്കുന്നു. ഇതിൽ നിന്നും ഫലമെടുക്കേണ്ടതിന് ഒത്തൊരുമിച്ച് ഇതിനെ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. തബ്ലീഗ് ഫീൽഡിൽ ഇറങ്ങുക എന്നത് ഇനി ജമാഅത്തങ്ങളുടെ പ്രവൃത്തിയാണ്. എത്രമാത്രം ഇത് നിറവേറ്റപ്പെടും എന്നത് നിങ്ങളിൽ നിക്ഷിപ്തമാണ്. പത്രങ്ങൾ മസ്ജിദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ പ്രസിദ്ധീകരിച്ചു. ഇസ്ലാമിയുടെ കൊടിനാട്ടി എന്ന് എഴുതി. 17ാം നൂറ്റാണ്ടിൽ ഇവിടെ നിന്ന് മുസ്ലിങ്ങളെ തുരത്തിയിരുന്നു. ഇനി നാം അവരെ തിരിച്ചു കൊണ്ടുവരുന്നതാണെന്ന് ഖലീഫ പറഞ്ഞു എന്നെല്ലാം എഴുതുകയുണ്ടായി. എന്നാൽ ഇങ്ങനെയുള്ള വാർത്തകൾ കൊണ്ട് നമ്മുടെ ലക്ഷ്യം കരഗതമാകുകയില്ല. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ കാലത്ത് മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നും ഈ വിധത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പെട്രബാദിലെ മസ്ജിദിൽ ബിഷാറത്ത് ഉദ്ഘാടനം ചെയ്ത വേളയിൽ അങ്ങനെയുള്ള വാർത്തകൾ വന്നില്ലായിരുന്നുവോ? എന്നാൽ ഒരാത്മപരിശോധന നടത്തി നോക്കുക. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് നേടാൻ സാധിച്ചു? അതിനാൽ പുരോഗതിയിലേക്ക് കുതിക്കുന്ന സമൂഹം പത്രവാർത്ത കൊണ്ട് സന്തോഷിച്ചിരിക്കുകയില്ല. ലക്ഷ്യം കരസ്ഥമാക്കുന്ന സമൂഹം റിസപ്ഷനിലോ സുഹൃത്തുക്കളുടെ സദസ്സിലോ അതിഥികളുടെ വൈകാര്യ പ്രകടനങ്ങൾ കണ്ട് സന്തോഷിക്കുകയില്ല. അവർ ഒരാത്മപരിശോധന നടത്തുകയാണ് ചെയ്യുക. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ചെയ്യുക. ഒത്തൊരുമിച്ചുകൊണ്ട് പുതിയൊരു പ്രതിജ്ഞയോടുകൂടി തങ്ങളുടെ പദ്ധതികളെ കർമ്മരംഗത്തേക്ക് കൊണ്ടുവരുന്നു. തങ്ങളുടെ ലക്ഷ്യം കരസ്ഥമാക്കാതെ അവർ സ്വസ്ഥരായിരിക്കില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ ഒരു സ്ഥാനവും നൽകില്ല. അമീർ ജമാഅത്ത് അതിൽ പ്രസിഡന്റ് എന്നെ കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുന്നവരോട് പുരോഗതിയിലേക്ക് നീങ്ങുന്ന സമൂഹം പറയുന്നത് ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ഞാനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കാലഘട്ടത്തിന്റെ ഇമാമുമായി ഞാൻ ബയ്യത്തിന്റെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതെനിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ദീനിനെ ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്റെ ചിന്തയെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ലക്ഷ്യം മറക്കുന്നവനായി ഞാൻ മാറുന്നതാണ്. എന്റെ ദേശവാസികളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയ പതാക കീഴിൽ കൊണ്ടുവരുന്നതിൽ ഈ കാര്യങ്ങളും നമുക്കിടയിലുള്ള പിണക്കവും തടസ്സമായി തീരുന്നതാണ്. അത് ഭിന്നതയ്ക്ക് കാരണമാകും. ഇതിൽപ്പെട്ടാൽ ഞാൻ എന്റെ ദുനിയാവും ആഖിറത്തും നശിപ്പിക്കുന്നവനായി മാറുന്നതാണ്. നിങ്ങൾക്ക് എന്നോട് സഹതാപമുണ്ടെങ്കിൽ, ജമാഅത്തിനോട് സഹതാപമുണ്ടെങ്കിൽ ഇവിധ കാര്യങ്ങൾ എന്റെ അടുത്ത് പറയരുത്. ആരെക്കുറിച്ചെങ്കിലും നീ കേട്ടാൽ ഇത് അവരോടും പറയരുത്. കാരണം ഇത് പരദൂഷണത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഓരോ അഹമ്മദിയുടെയും, ഓരോ മുബല്ലിഗിന്റെയും, ഓരോ ഭാരവാഹിയുടെയും ചിന്ത ഇതായിത്തീർന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു തആല വിപ്ലവത്തിനുള്ള മാർഗം തുറന്നു കൊടുക്കുന്നതായിരിക്കും.
आप उसकी चपकलिशें रोक बन जाएंगे। അതിനാൽ എല്ലാ നിലയിലുള്ളവരും ഈ ഒരു പ്രതിജ്ഞ എടുക്കുക. ഖാദിമായാലും അൻസാറായാലും ലജ്ന മെമ്പർമാരായാലും ഒരു തീരുമാനമെടുക്കുക. ഇസ്ലാമിന്റെ തല तुम्हें मेरे से हमदर्दी है, എടുപ്പിനായി എല്ലാത്തരം ത്യാഗത്തിനും ഞാൻ തയ്യാറാണ്. मुझ तक न पहुंचाओ, बल्कि എല്ലാത്തരം വിരോധവും അനൈക്യവും വേരോടെ പിഴുതെറിയുന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ എണ്ണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ടെക്നിക്കലായി ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി. എന്നാൽ ഇവിടെയുള്ള വിവിധ ആളുകളിൽ വെച്ച് നോക്കുമ്പോൾ 600-ൽ കൂടുതൽ ആളുകൾക്ക് ഇവിടെ നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു ഈ മസ്ജിദിനുള്ള ഒരു അപേക്ഷയുണ്ട്. നവാബ് ഷായിലെ നമ്മുടെ ഒരു മുഖ്ലിസ് അഹമ്മദി സുഹൃത്ത് 2 ദിവസം മുമ്പ് या लजना के मेंबर हैं कि मैंने इस्लाम തന്റെ ഷോപ്പിൽ നിന്നും വരികയായിരുന്നു. അദ്ദേഹം വക്കീലും കൂടിയാണ്. खत्म करना है और हर किसी എതിരാളികൾ വെടിവെക്കുകയും അദ്ദേഹത്തിന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകടാവസ്ഥയിലാണുള്ളത്. കറാച്ചി ഹോസ്പിറ്റലിലാണ്. गुज़िश्ता जुमे मैंने तादाद के लिहाज से मस्जिद की കുറച്ച് ദിവസം കൂടി ഡോക്ടർമാർ നിരീക്ഷണത്തിൽ വെക്കുന്നതാണ്. उतना ही है जो കുറച്ച് ദിവസം കഴിഞ്ഞാലേ അപകട നില തരണം ചെയ്തോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് പൂർണ്ണ സുഖത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. अल्लाह ताला बहरहाल इस मस्जिद को हर लिहाज से बरकत फरमाए। الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله। एक दुआ की तारीख भी करना चाहता हूँ। हमारे एक मुखलिस अहमदी दोस्त नवाब शाह के, उनको गुज़श्ता 2 दिन पहले वो अपने दुकान से आ रहे थे, वकील भी हैं पेशे के लिहाज से। मुखालफिन ने गोलियों के फायर करके शदीद ज़ख्मी कर दिया है। क्रिटिकल हालत में है अभी अस्पताल में कराची में। अभी कुछ तरसा और देखेंगे डॉक्टर, आइंदा चंद दिन और गुजर गए तब बताया जा सकता है कि ख़तरे से बाहर हैं कि नहीं। उनके लिए दुआ करें, अल्लाह ताला उनको शिफाए कामिला आजिला अता फरमाए। इबादल्लाह रहमकुमुल्लाह इन्नल्लाह यामुरु बिल अदलि वल इहसान व इताइ ज़िल क़ुर्बा وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر।